ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ ഒരു അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ വന്ന് തൊഴുതിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞങ്ങളെപ്പോഴും അങ്ങനെ തന്നെയാണ്, ഞങ്ങൾ തറവാട്ടമ്പലത്തിൽ തൊഴുതിട്ടാണ് എവിടേക്കും പോവുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പോണത് വേറെ എവിടേക്കല്ല, ചന്ദനക്കാവ് അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മേനെ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്. മാമൻ്റെ അടുത്ത് അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മേനെ കൂട്ടി ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. മഞ്ഞൊക്കെ ഇങ്ങനെ വരുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ കയറി. ഞങ്ങൾക്ക് പെട്ടെന്ന് ഓട്ടോറിക്ഷ കിട്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ എടപ്പാളെത്തി. അങ്ങനെ ഓട്ടോറിക്ഷ വാടകയ്ക്ക് അങ്ങനെ പറയുകയൊന്നും ചെയ്തില്ല കേട്ടോ. അച്ഛൻ പറഞ്ഞിരുന്നു ഓട്ടോറിക്ഷയൊക്കെ നമ്മൾ നേരത്തെ തന്നെ അങ്ങനെ വാടകയ്ക്ക് പറഞ്ഞു വെക്കണമെന്ന്. പക്ഷെ ഞങ്ങളതൊന്നും ചെയ്തില്ല. എന്നാലും ഞങ്ങൾക്ക് പെട്ടെന്ന് ബസ്സൊക്കെ കിട്ടി. കുറ്റിപ്പുറം പാലാണ് കേട്ടോ, ഭാരതപ്പുഴയാണ്. ഞങ്ങളിത് തിരുനാവായ അവിടുത്തെ സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ചന്ദനക്കാവയ്ക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അവിടേക്കുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഈ ഒരു ബസ് കഴിഞ്ഞതിന് ശേഷം വേറൊരു ബസ് അവിടേക്കുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ നേരിട്ട് ഇവിടെ തന്നെ ഈ സ്റ്റോപ്പിൽ തന്നെ ഇറക്കുകയും ചെയ്തു ഞങ്ങളെ. അപ്പോൾ കയറുമ്പോൾ തന്നെ അന്തരീക്ഷമായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, രാവിലെ ഒരു സൂര്യനൊക്കെ ഉദിച്ച് വരുന്നൊരു ഭാവം. അപ്പോൾ വെയിലത്ത് ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്ന്. ഞങ്ങൾ ഭാഗ്യത്തിന് എന്തോ അന്നത്തെ ദിവസം മഴ പെയ്തില്ല. അതിൻ്റെ തലേ ദിവസം നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അയ്യോ ഞങ്ങൾ പോണ ദിവസം മഴ ഉണ്ടാവുമെന്ന്. പക്ഷെ പോണ ദിവസം ഞങ്ങൾക്ക് തീരെ മഴ കിട്ടിയില്ല എന്നാണ് പറയാനുള്ളത്. അപ്പം ഞങ്ങൾ അമ്പലത്തിലേക്കൊക്കെ കയറി കുറച്ച് വഴിപാടൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഫുള്ള് കിളികളുടെ സൗണ്ടാണ്. പിന്നെ നടക്കുമ്പോഴൊക്കെ കിളികളുടെ കാഷ്ടമൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊക്കെ ചവിട്ടിയിട്ടൊക്കെ നടന്നിരുന്നത്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് കാടാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് പോയി കാണാൻ. ഞാൻ പണ്ടൊരിക്കൽ പോയിട്ടുണ്ടായിരുന്നു ഇവിടേക്ക്. അത് വെച്ചാൽ ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ പോയതാണ്. ടൂർ പോയതാണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ വാർഡൻ ചേച്ചി കൊണ്ടുപോയതാണ് ടൂറ്. അപ്പോൾ അന്നാണ് ഞാനിത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അമ്മമ്മയും ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഈ സ്ഥലം. അപ്പോൾ ഞാനാ പറയുന്നത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കിളികളുടെ സൗണ്ട് മൊത്തം നടക്കുമ്പോൾ ഈ കിളികളുടെയൊക്കെ സൗണ്ടാണ് കേൾക്കുന്നത്. അല്ലാതെ വേറൊരു സൗണ്ട് ഇവിടെ കേൾക്കാനില്ല. നല്ല രസമാണ്. ഇവിടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ. ഇപ്പോൾ വിഷ്ണു ക്ഷേത്രത്തേക്കാണ് ഇപ്പോൾ പോയോണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഈ ഒരു അമ്പലത്തിൽ തന്നെ പലതരം അതിൻ്റെ ഉള്ളിൽ കുറേ തൊഴാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ തൊഴണ ഭാഗങ്ങളാണ്. ഒരു സ്ഥലത്ത് തൊഴുതിട്ടാണ് ഇപ്പോൾ ഈ ഒരു അമ്പലം പോലുള്ള സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നോട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു കാട് പോലത്തെ ഏരിയയാണ് എനിക്കിഷ്ടമായത്. പിന്നെ കുളത്തേക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു ഞങ്ങൾ. അപ്പോൾ കുറേ പേര് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകുമ്പോൾ ഒരു ചമ്മലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വരാൻ വേണ്ടി നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അനിയത്തി നടന്നു പോണു അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് എന്തായാലും ഇപ്പം അങ്ങോട്ട് പോയി. ഫോട്ടോ കുറച്ച് നേരം അവിടെ കുളത്തിലൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കാലൊക്കെ ഇട്ട് കളിച്ച് നോക്കി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കുളം. ഫുള്ള് പച്ചപ്പാണല്ലോ ഇവിടെ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾ ഈ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അവിടെ അടുത്ത വീട്ടിലത്തെ കുറച്ച് കുട്ടികൾ അവിടെ തൊഴാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കളിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഭാഗത്തു നിന്നാണ്ട് ഇറങ്ങി. എന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരാൾ മന്ദാരം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ ചായയൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അവിടെ എന്നും അങ്ങനെ അന്നദാനമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ കഴിച്ചിറങ്ങി ഞങ്ങൾ. പിന്നെ വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലാസ്റ്റ് അവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്ക് എല്ലായിടത്തും പോയി തൊഴുത് വന്നിട്ട് മാത്രമാണ് വഴിപാടിൻ്റെ പ്രസാദം കിട്ടുള്ളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളൊക്കെ ഇവിടെ സമയം സ്പെൻഡ് ചെയ്തു. എൻ്റെ ഇടയിൽ ഒരു കുട്ടി ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനും എടുത്തു വീഡിയോ. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് വഴുക്കലൊക്കെ കുറവുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഇറങ്ങി വന്ന ഭാഗത്ത് നല്ല വഴുക്കലായിരുന്നു. കാലൊക്കെ മെല്ലെ നടക്കാനേ പറ്റുള്ളൂ കാലേറ്റ്. അത്രയും വഴുക്കലാണ്. ഇപ്പോൾ മഴയും പെയ്ത കാരണം നല്ല ശ്രദ്ധിച്ച് വേണം നടക്കാൻ. ഈ ഒരു ഏരിയ അത്ര കുഴപ്പമില്ല. നടക്കുമ്പോൾ ഒന്നും അത്ര സീനില്ല.
ഇവര് ചൂണ്ടിക്കാണിക്കണ എന്തൊരു ഔഷധ ചെടി അവിടെ ഉണ്ടെന്നാണ് കാണിക്കണേ. അമ്മ പറഞ്ഞത് എരുക്കാണ്, കാൽമുട്ട് വേദനയ്ക്കൊക്കെ നല്ലതാണ് കേട്ടോ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഈ കാണിച്ചത് തേറട്ടേനെ കേട്ടോ. അപ്പോൾ അതിനും വീഡിയോ എടുത്തു. പിന്നെ ഈ അമ്പലത്തിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇത് ഫുള്ള് കാട്, ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു വരുന്ന പോലെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഭാഗം എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ട് ഏതാണെന്ന് പറയട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാലാണ് കിളികളുടെ സൗണ്ട് കൂടുതലായിട്ട് കേൾക്കുന്നത്. നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോൾ വഴിപാടൊക്കെ അയച്ച് ഞങ്ങൾക്ക് പായസമൊക്കെ കിട്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ രസീതാണിത്. അപ്പോൾ കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇറങ്ങാൻ നേരത്താണ് ഞങ്ങൾ ഒരു കല്യാണം കണ്ടത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ മുന്നൊന്നും ഞാൻ ആദ്യത്തെ ഒരു പ്രാവശ്യം വന്നു പറഞ്ഞല്ലോ, അന്നൊന്നും ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറേ കുട്ടികൾ ഊഞ്ഞാലായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളും ആടി. പോവാണ്. ആ നേരത്ത് കണ്ട കാഴ്ചയാണ് ഇത് കേട്ടോ. ട്രെയിൻ വരുന്നുണ്ട് അവിടുന്ന്. ട്രെയിനും പാടവും മേൽപ്പാലും ഒക്കെ കൂടി നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ.